കഴിഞ്ഞ ദിവസം മോദി കേരളത്തിലെ ഏറ്റവും ഒരു പ്രമുഖ ദിനപത്രത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിലും ചാനലിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ പോലും പറയാത്ത വാക്കാണ് പിണറായി പറഞ്ഞത്. പിണറായിയും അല്ലേ രാഹുൽ ഗാന്ധിയും തമ്മിൽ നടന്ന ഈ വാദപ്രതിവാദങ്ങളെ പരാമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞ കാര്യമാണ്. കാരണം ആ വാക്ക് എല്ലാവരും ഇന്നും മറന്നുപോയി. കാരണം ആ വാക്ക് പറഞ്ഞവർക്ക് തന്നെ ഇപ്പോൾ അത് വിഴുങ്ങേണ്ടി വന്നില്ലേ. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചാക്ഷേപിച്ചതാരാ? സംഘപരിവാറിൻ്റെ പ്രചരണ മാധ്യമങ്ങൾ, അവരുടെ സോഷ്യൽ മീഡിയ കോടിക്കണക്കിന് രൂപ മുടക്കി രാഹുൽ ഗാന്ധി ഒരു പപ്പുവാണ് എന്ന് അവർ വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമം, അതിന് മുഖ്യമന്ത്രി ആ വാക്ക് ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ പരാമർശിച്ചത് മുഖ്യമന്ത്രിയുടെ വാസ്തവത്തിൽ പിണറായി രാഷ്ട്രീയമല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയം പറയാമല്ലോ. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങൾ കറപ്റ്റാണ്, നിങ്ങളുടെ ഗവൺമെൻറ് കറപ്റ്റാണ്, നിങ്ങളുടെ മകളെക്കുറിച്ചുള്ള അഴിമതി ആരോപണം അന്വേഷിക്കുന്നു. അതിന് മറുപടി പറയാനല്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് താല്പര്യം, രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചാക്ഷേപിക്കാനാണ് താല്പര്യം. മുഖ്യമന്ത്രി ചെറുതായതല്ലാതെ രാഹുൽ ഗാന്ധി ഒട്ടും ഇക്കാര്യത്തിൽ ചെറുതായിട്ടില്ല. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അദ്ദേഹം രാജ്യം മുഴുവൻ നടന്നു, കൊള്ളാം, ആരോഗ്യത്തിന് നല്ലതാണ്. ഇത്ര ലാഘവമായിട്ട് സീതാറാം യെച്ചൂരിയും ഇടതുപക്ഷ നേതാക്കളുമെല്ലാം അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ യാത്ര സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ കാൽനടയായി സഞ്ചരിച്ചിട്ടുണ്ടോ? ജനങ്ങളെ ഇതുപോലെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം നടത്തിയ പ്രചരണം എന്താണ്? പിണറായിക്കെതിരായിട്ടുള്ള പ്രചരണമല്ല, അദ്ദേഹം ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രചരണമാണ്, വിദ്വേഷത്തിനെതിരായ പ്രചരണം. മുഖ്യമന്ത്രി എപ്പോഴും പറയുമല്ലോ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കാര്യം. ആ പ്രചരണത്തിലല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്നേഹത്തിൻ്റെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുടക്കാനാണ് ഞാൻ രാജ്യവ്യാപകമായി. ആ യാത്രയാണ് നമ്മുടെ മുഖ്യമന്ത്രി കേവലം മോദിയുടെ പ്രീതിക്ക് വേണ്ടി മാത്രം. അതെ, മോദിയെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ഇഡിയെ പേടിയില്ല, പക്ഷെ മോദിയെ പേടിയാണ്. മോദിയെ കണ്ടാൽ മുഖ്യമന്ത്രിയുടെ മുട്ട് ഇടിക്കും, വിറയ്ക്കും. മുഖ്യമന്ത്രി നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇരട്ട ചങ്കനാണെന്നാണ്. ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ചങ്കുറപ്പോടുകൂടി മോഡിയെ നോക്കി 4 വർത്തമാനം പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുമോ? കാണിക്കില്ല. അദ്ദേഹം കാണുമ്പോൾ തന്നെ എല്ലാവരെയേക്കാൾ താഴെ വീണ് വണങ്ങുന്നത് നമ്മൾ കണ്ടു. കാണുമ്പോഴെല്ലാം ഒരു 6 മുള കണ്ണാടിയും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൈമുട്ടുന്ന പിണറായി അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് കണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മോഡിയെ പേടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നും എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ മോദി പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുകയാണ്, അതാണ് സത്യം. അല്ലെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ധൈര്യമായി ഈ മോദിയുടെ ഭരണത്തെയും അവരുടെ ഫാസിസ്റ്റ് നടപടികളെയും എതിർക്കുന്നില്ല? ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയുടെ ബ്ലാക്ക്മെയിലിങ്ങിൽ മുഖ്യമന്ത്രി പേടിച്ച് വിറച്ചുപോയി. അല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലെ പറയൂ. അത് അദ്ദേഹം ബ്ലാക്ക്മെയിൽ ചെയ്തത് എല്ലാവരും മനസ്സിലാക്കി. പക്ഷേ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമായ ഒരു ഔന്നത്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് രാഷ്ട്രീയം പറയാം. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിന് മാപ്പ് പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലേ അദ്ദേഹത്തിൻ്റെ പാർട്ടി? കേരളത്തിൽ മാത്രമല്ലേ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ ചേരാതെയുള്ളൂ? ബംഗാളിൽ, ത്രിപുരയിൽ, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തോട് ചേർന്ന് നിന്നല്ലേ മത്സരിക്കുന്നത്? ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ വേണ്ടിയില്ലേ സീതാറാം യെച്ചൂരിയും ഡി രാജയും മറ്റിടതുപക്ഷ പാർട്ടികളും ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ യോഗങ്ങളിലും ആഹ്വാനം ചെയ്യുന്നത്? അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയുടെ മെമ്പറാണ്, പാർട്ടിയുടെ സംസ്ഥാന ഇന്ത്യ സെക്രട്ടറി ഒന്നുമല്ല. പിണറായിയുടെ ഭാവം കണ്ടാൽ പിണറായിയാണ് പോളിറ്റ് ബ്യൂറോ എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് വളരെ വളരെ കേരളത്തിൽ തന്നെ, സാംസ്കാരിക കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ
ഈ പരാമർശം വളരെ വളരെ ലജ്ജാകരമായി പോയി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.